അപ്പോൾ ഗൈസ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ എവിടെയെങ്കിലും ടൂറൊക്കെ നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ടൂർ ഒക്കെ ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാൻ തന്നെ ഒരാൾ കാണൂലേ? അപ്പോൾ ആ ആളെന്തായാലും ഫോട്ടോയിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കും വിഷമം കാര്യങ്ങളൊക്കെ വരും. അതായത് ബാക്കിയുള്ളവരും കിട്ടും, സ്റ്റോറി കിട്ടാലും മെൻഷൻ ചെയ്യുമ്പോഴായാലും അവരുടെ പടം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമുക്ക് കൈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം വരെ കാണുക. അതിന് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ ഒരാൾ ഫോട്ടോ എടുക്കാൻ പോയിക്കാണ്. ഒരാളുടെ സ്ഥലം ഇതിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. മുകളിൽ ഒരാൾ കയറിയിരിക്കണ്ടല്ലോ. അപ്പോൾ ആ ഒരാൾക്ക് വേണ്ടിയുള്ള സ്ഥലം ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും 1 2 3 4 5 6 7 പേരാണ് ഇപ്പോൾ ഫ്രെയിമിനകത്തുള്ളത്. ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ക്യാമറമാനായിട്ട് ആ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തില്ല 7 പേരെ. ആ ഫോട്ടോ എടുത്ത് കൊടുത്ത ആളാണ് ഇപ്പൊ ഇരിക്കാൻ പോകുന്നത്. ആ ആളെ തന്നെ എടുത്ത് ഫോട്ടോ എടുക്കുവാണ് എന്തെങ്കിലും ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഐഫോണിലോട്ട് അവർ എടുത്തിരിക്കുന്നത്. ഐഫോണിൽ മറ്റേ അവരെ ഐഫോണിന്റെ ഗാലറി കാര്യമൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മറ്റേ ആദ്യം ഫോട്ടോ എടുത്തോട്ട് ബ്രോയുടെ അവർ മറ്റേ ഐഫോണിനകത്ത് സാംസങ്ങിനകത്തുണ്ടെങ്കിൽ വേറെ ഫോൺ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഫോട്ടോ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്ത് സബ്ജക്റ്റിലാണ് ഞെക്കി ചെയ്ത് അത് മാത്രം മറ്റേ കോപ്പി ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ. ഐഫോണിലും സാംസങ്ങിലും ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനെപ്പറ്റി ഞാൻ രണ്ടിലാണ് കണ്ടേക്കണത്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് മറ്റേ ഫോണിൻ്റെ അതായത് നമ്മൾ ടൈപ്പ് ചെയ്യണം അവിടെ എടുത്തിട്ട് ആ ഫോട്ടോ പേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. പേസ്റ്റ് ചെയ്തു. ഇനി ആ ഒഴിച്ച് വെച്ചിരുന്ന ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ശരിക്കും മൊത്തം 8 പേരുണ്ടല്ലോ ക്യാമറമാനാണ് കൂട്ടിയിട്ട്. അപ്പോൾ ആ 7 പേര് വെച്ച് ഫോട്ടോ എടുത്തപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരാൾ മുകളിൽ കയറുന്നതിൻ്റെ താഴെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെയാണ് വെച്ചിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്തെല്ലാം വെച്ചോണ്ടിരിക്കുക. ഗൈസ് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് നൈസായിട്ടുണ്ട്. കാരണം കറക്റ്റ് ഒറിജിനാലിറ്റി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിലിങ്ങും കുറവുണ്ടല്ലോ അങ്ങനെ എടുത്ത് നോക്കാമെന്നുള്ള റീലും പോസ്റ്റും നല്ലല്ലോ. സ്റ്റോറിയല്ലേ, സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഇച്ചിരി ക്വാളിറ്റി ഒക്കെ ലോസ് ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വിചാരിച്ചോളും. ഫോട്ടോ സേവ് വിഷയം തന്നെ കേട്ടോ. ഇപ്പം കറക്റ്റ് ആരും അങ്ങനെ കണ്ടാതൊന്നും പറയത്തൊന്നുമില്ല. നൈസായിട്ട് തന്നെ എഡിറ്റ് ചെയ്തേക്കണേ. അതായത് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് വിഷയം എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ അക്കൗണ്ടിൽ നിന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ ക്യാമറാമാന് ഒറ്റപ്പെടുമെന്നുള്ള ഇത് വേണ്ട. ഇപ്പോൾ നിങ്ങൾ എവിടെയും ടൂർ ആണല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളില്ലെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം തന്നതിന് വിഷയം എന്ന് പറഞ്ഞ ഐഡിയ ഇത് ചെയ്ത ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോ സമർപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഇതുപോലെ കൂടുതൽ ഇങ്ങനത്തെ സംഭവമൊക്കെ കിട്ടാനും കൂടെ എന്നെ ഫോളോ അങ്ങ് ചെയ്തേരെ. ടാറ്റാ ബൈ ബൈ.